കടലക്കറി നമുക്ക് പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് വിളമ്പാവുന്ന കറിയാണ്. കറുത്ത കടല വെച്ചും തയ്യാറാക്കാം. ഇന്ന് വെള്ളക്കടല വെച്ചാണ് തയ്യാറാക്കുന്നത്. ഇതേ റെസിപ്പി നമുക്ക് കറുത്ത കടല കൊണ്ടും തയ്യാറാക്കാം. ഇത് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് ആദ്യം നമുക്ക് തേങ്ങ 3/4 കപ്പ് തേങ്ങ വറുത്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചുമന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുക. അതേ പാനിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മസാല ഐറ്റംസ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും ആദ്യം എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് പെരിഞ്ജീരകം കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. പെരിഞ്ജീരകവും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വഴറ്റാനുള്ള സവാളയും ഇഞ്ചിയൊക്കെ ചേർക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ചേർത്താൽ മതി. അപ്പം വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുകയും ചെയ്യും. സവാളയും വളരെ ചെറുതായിട്ടൊന്നും അരിയേണ്ട, ഒന്ന് എളുപ്പം വാടിക്കിട്ടാവുന്ന രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഏതായാലും നമ്മൾ ഈ കൂട്ട് അരച്ചെടുക്കുകയും ചെയ്യും. സവാള ഒന്ന് വാടിക്കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൽ വെള്ളമയം ഒന്ന് മാറിക്കഴിയുമ്പം തക്കാളിയും ഒന്ന് വാടിക്കഴിയുമ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. കൂട്ടൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. വറുത്തെടുക്കുമ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കൂടെ ചുവന്ന മുളകും ചേർക്കുക. ഇപ്പം തേങ്ങ കൊത്തി അരിഞ്ഞത് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് കരിവേപ്പിലയും ചേർക്കുക. കറുത്ത കടലയ്ക്ക് നമ്മൾ സാധാരണ തേങ്ങ കഷ്ണങ്ങളും കൂടെ ചേർക്കും. ഇന്ന് ഞാനത് ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒന്നുകിൽ ചെറിയ തീയിൽ വെക്കണം, ഇല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. എന്നിട്ട് തീ ഓൺ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഉടനെ തന്നെ ഒരു അര കപ്പ് 1/4 കപ്പോളം വെള്ളം ആവശ്യാനുസരണം ചേർക്കുക. ഈ മസാല കരിഞ്ഞു പോവാതെ ഇരിക്കും, എളുപ്പം മൂത്തും കിട്ടും. വെള്ളം ഒഴിച്ച് അതിലെ എണ്ണമയം തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അരച്ച മസാല അതിലേക്ക് ചേർക്കുക. അത് എണ്ണമയം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റി വെച്ചിരുന്ന കൂട്ടും തേങ്ങയും കൂടെ ചേർത്ത് മസാലയാണ് ചേർത്തിരിക്കുന്നത്. മിക്സി ഒന്ന് കഴുകി ഒഴിക്കുക. ഏതായാലും നമ്മൾ വെള്ളം ചേർക്കേണ്ടതാണ്. അപ്പം മിക്സിയിൽ കഴുകി ഒഴിച്ച് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല, 1/4 കിലോ കടലയാണ് എടുത്തിരിക്കുന്നത്. 8 മണിക്കൂറോളം കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കടലയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കടലയുടെ മുകളിൽ ഒരു 2-3 ഇഞ്ച് മുകളിലേക്ക് വെള്ളം ഒഴിക്കുക. ചാറ് നന്നായിട്ട് വേണം എന്നുള്ളവർ ഒരു 3 ഇഞ്ചോളം വെള്ളം മുകളിലേക്ക് ചേർക്കുക. കുറുകിയത് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കുറയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 6 വിസിലോളം വേവിച്ചെടുക്കുക. നമ്മൾ കൂട്ടും കൂടെ ചേർത്തത് കൊണ്ടാണ് 6 വിസിലിനും പോകുന്നത്. കാരണം തക്കാളിയുടെ പുളിപ്പുള്ളത് കൊണ്ട് സാധാരണ വേവിക്കുന്നതിലും 1-2 വിസിൽ കൂട്ടി വേവിക്കുക. പ്രഷർ താഴ്ന്നതിന് ശേഷം തുറന്ന് നോക്കുക. മുകളിൽ ചെറുതായിട്ട് എണ്ണ പൊന്തി വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ഇപ്പം ശകലം ചാറോട് കൂടി ഇരിക്കുന്നെങ്കിലും ഒന്ന് കട്ടിയായി കിട്ടും. ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട്
കുറച്ച് ഒരു 2-3 തവി കടല ഇതുപോലെ ഉടച്ച് ഒരു 3-4 മിനിറ്റും കൂടെ തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക അടച്ച്. ആ സമയം കൊണ്ട് നന്നായിട്ട് ഇതുപോലെ കുറുകി കിട്ടും. വിളമ്പാവുന്ന പാത്രത്തിലേക്ക് നമുക്ക് പകർന്ന് അലങ്കരിക്കാനായിട്ട് ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ വയ്ക്കുക. എളുപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കാം കുക്കറിൽ. കടല പ്രത്യേകം വേവിക്കണമെന്നില്ല, എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വേവിക്കാം. ഈ കടലക്കറി നമുക്ക് അപ്പം, ഇടിയപ്പം, പുട്ട് അല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.